ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ഇവിടെ എന്ന് വെച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ വായു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളാരും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ വായു റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരെ ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.agnivir.vayu.cdsc.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇതാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീറിൻ്റെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് അഗ്നിവീർ വായു ഇൻടേക്ക് 1/2000 എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് ലോഗിൻ ആണ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തവരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ആ ഒരു ബോക്സിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഡിജി ലോക്കർ അതുപോലെ തന്നെ അല്ലാതെയും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പം അല്ലാതെയാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റും കാണാൻ സാധിക്കാം. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ആദ്യമായിട്ട് നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഇമെയിൽ ID ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് OTP എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP എൻ്റർ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നിങ്ങൾ ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും വന്നിട്ടുള്ള OTP ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്ത് സബ്മിറ്റ് അല്ലെങ്കിൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ് ലഭിക്കുന്നതാണ്. ആ ഒരു പാസ്വേഡ് എടുക്കുക. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യം നിങ്ങളുടെ ഇമെയിൽ ID ആ ഒരു ലോഗിൻ പേജിൽ എൻ്റർ ചെയ്യുക. അതായത് യൂസർ നെയിമിൻ്റെ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളുടെ മെയിൽ IDയിലേക്ക് വന്നിട്ടുള്ള സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡാണ്. ആ ഒരു പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ആദ്യം നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു പാസ്വേഡ് കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് റീസെറ്റ് മൈ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സക്സസ്ഫുള്ളി നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ആകുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ടു രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങളുടെ ഫാദേഴ്സിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മദേഴ്സ് നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ, ഇമെയിൽ ID അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ വരുന്നതാണ്. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മാരിറ്റൽ സ്റ്റാറ്റസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആർ യു സർവീസിങ് ഇൻ IAF, അതായത് ഇന്ത്യൻ എയർഫോഴ്സിൽ സർവീസിങ് ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ എസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി അവിടെ സേവ് ആക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആദ്യം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ തൊട്ട് താഴെ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ 50% മാർക്കോട് കൂടി +2 പാസ്സായിട്ടുണ്ടോ എന്നാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് 50% മാർക്ക് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ് പഠിച്ചിട്ടുണ്ടോ എന്നാണ്. പഠിച്ചിട്ടുള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾ ഏത് സ്ട്രീമിലാണ് +2 പാസ്സായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്സ് ആണെങ്കിൽ ആർട്സ് സെലക്ട് ചെയ്യുക, സയൻസ് ആണെങ്കിൽ സയൻസ് സെലക്ട് ചെയ്യുക, അതല്ല കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ഗ്രൂപ്പിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റ് പോസ്റ്റിലേക്കും അതുപോലെ തന്നെ നോൺ സയൻസ് സബ്ജക്റ്റ് പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക. 2 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നവർ ബോത്ത് പോസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബോർഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ +2 പഠിച്ച് പാസ്സായിട്ടുള്ള ഏത് എഡ്യൂക്കേഷൻ ബോർഡാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പെർസെൻറ്റേജ് +2 ലഭിച്ച പെർസെൻറ്റേജും എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ +2 ഏത് ഗ്രേഡിംഗ് സിസ്റ്റമാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് സെലക്ട് ചെയ്യുക, അതല്ല CGP ആണെങ്കിൽ CGPA സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് +2 മാർക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മാത്സ്, ഇംഗ്ലീഷ്, ഫിസിക്സ്, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റിൻ്റെ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. ആദ്യം ഒബ്റ്റെയിൻഡ് മാർക്സിൻ്റെ അവിടെ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് എൻ്റർ ചെയ്യുക. ടോട്ടൽ മാർക്സിൻ്റെ അവിടെ ടോട്ടൽ എത്ര മാർക്കിനായിരുന്നു എക്സാമിനേഷൻ അത് എൻ്റർ ചെയ്യുക. സബ്ജക്റ്റ് വൈസ് പെർസെൻറ്റേജിൻ്റെ അവിടെ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിന് എത്ര പെർസെൻറ്റേജ് മാർക്കാണോ ലഭിച്ചിട്ടുള്ളത് ആ ഒരു മാർക്കിൻ്റെ പെർസെൻറ്റേജ് അവിടെ എൻ്റർ ചെയ്യുക. ഇത്തരത്തിൽ 4 സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡു യു ഹാവ് കമ്പ്യൂട്ടർ നോളജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ അതിൻ്റെ ടൈപ്പും സെലക്ട് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ അഡീഷണൽ മാർക്ക് ഷീറ്റ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഗ്രാജുവേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളവർ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഫിൽ ചെയ്യേണ്ടതാണ്. അവിടെ ഒന്നുമില്ല എങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ എസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ അതുപോലെ തന്നെ +2ൻ്റെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും +2ൻ്റെ സർട്ടിഫിക്കറ്റും അവിടെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ എസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്, അതായത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൗസ് നമ്പർ, ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ കൺട്രി, സ്റ്റേറ്റ്, സബ് ഡിസ്ട്രിക്റ്റ്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, നിയറസ്റ്റ് പോലീസ് സ്റ്റേഷന്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആധാർ കാർഡിൻ്റെ നമ്പർ കറക്റ്റായിട്ട് തന്നെ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അത് ഈ ടിക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡൊമസൈൽ സ്റ്റേറ്റ് അതുപോലെ തന്നെ ഡൊമസൈൽ ഡിസ്ട്രിക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ എസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം സേവ് ആവുന്നതാണ്. ഇനി അടുത്ത ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റ് ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റ് ചെസ്റ്റ് സൈസിൻ്റെ അവിടെ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ സൈസ് എത്രയാണോ അത് സെൻറ്റിമീറ്ററിൽ അവിടെ എൻ്റർ ചെയ്യുക. അടുത്ത വേസ്റ്റ് സൈസാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇളിവണ്ണം എത്രയാണോ അത് നിങ്ങൾ സെൻറ്റിമീറ്ററിൽ അവിടെ എഴുതുക. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഷൂ സൈസാണ്. അപ്പോൾ നിങ്ങളുടെ ഷൂ സൈസ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ ഏത് സർട്ടിഫിക്കറ്റാണ് ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫാദറോ അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിൽ സർവീസിങ് അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക.
ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ നേവി അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡ്രൈവിംഗ് അറിയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രൈവിംഗ് അറിയാവുന്നവർ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, അത് ഏത് ലൈസൻസ് ആണ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വെൽഡിങ് അല്ലെങ്കിൽ സോൾഡറിങ് തുടങ്ങിയ വർക്ക്സ് അറിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാവുന്നവർ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡു യു ഹാവ് നോളജ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് IT-യിൽ നോളജ് ഉണ്ട് എങ്കിൽ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇനി അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും അതർ സ്കിൽസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് സ്പോർട്സ് ഇവൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസിപ്ലിന് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അച്ചീവ്മെൻറ്റ് ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ലാംഗ്വേജസ് നോൺ എന്നാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി കൂടാതെ മറ്റേതെങ്കിലും ലാംഗ്വേജ് അറിയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാവുന്നവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവിടെ ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കുക. ഈ ഒരു സെക്ഷനിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ തുടങ്ങിയ 3 കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ തുടങ്ങിയ 3 കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത ശേഷം സബ്മിറ്റ് അല്ലെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 5 പ്രിഫറൻസ് വരെ നൽകാൻ സാധിക്കുന്നതാണ്. എക്സാം സെൻറ്റർ കേരളത്തിലുണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 4ഓളം സെൻറ്ററുകളാണ് കേരളത്തിലുണ്ടായിരിക്കുക. അപ്പോൾ കേരളത്തിലെ കാൻഡിഡേറ്റ്സിന് കേരളത്തിൽ തന്നെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആകെ നിങ്ങൾക്ക് 5 പ്രിഫറൻസ് വരെ നൽകാൻ സാധിക്കുന്നതാണ്. പ്രിഫറൻസ് എല്ലാം നൽകിയ ശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. ഇത് സ്റ്റേജ് 2 എക്സാമിനേഷൻ്റെ പ്രിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ASC പ്രിഫറൻസ് സെലക്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം 10ഓളം പ്രിഫറൻസ് നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രിഫറൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കാം. നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസിൻ്റെ എല്ലാം പ്രിവ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവസാനം ലഭിക്കുന്നതാണ്. എല്ലാം കറക്റ്റാണ് എങ്കിൽ താഴത്തേക്ക് വരുമ്പോൾ സിഗ്നേച്ചറിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേസ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ 2 ടിക്ക് ബോക്സ് ചോദിച്ചിട്ടുണ്ട്. ആ 2 ടിക്ക് ബോക്സിലും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. ഏകദേശം 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എല്ലാ കാൻഡിഡേറ്റ്സും അടച്ചിരുന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. ഫീസ് അടയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് പോകുന്നതാണ്. നിങ്ങൾക്ക് UPI, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് തുടങ്ങിയ കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ വായു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.